ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഡ്രോൺ സർവേ. ദില്ലിയിലെ സ്വകാര്യ സ്ഥാപനമാണ് ഡ്രോൺ സർവേ നടത്തിയത്. രണ്ടാം ഘട്ട ഡ്രോൺ സർവേ വീണ്ടും നടത്തുമെന്ന് ഭൂവുടമയും മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാനുമായ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ റദ്ദാക്കിയതായിരുന്നു പദ്ധതി. 10 വർഷം മുമ്പ് സുപ്രീം കോടതിയും വിമാനത്താവളത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ പുരുഷോത്തമനൊപ്പം ഇപ്പോൾ ശ്രീ എബ്രഹാം കലമണ്ണിലുമുണ്ട്. പ്രവീൺ, ഇപ്പോൾ കോടതി റദ്ദാക്കിയ പദ്ധതിയിൽ ഇപ്പോൾ ഒരു സർവേ നടത്തുന്നത് എങ്ങനെയാണ്? എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? സ്മൃതി, നമുക്കറിയാം ഈ ആറന്മുള വിമാനത്താവള പദ്ധതി അത് പത്തനംതിട്ടയിൽ ആറന്മുള പ്രദേശത്ത് വലിയ സമരങ്ങൾക്ക് ഇടയാക്കിയ ഒന്നായിരുന്നു. അവിടെ വിമാനത്താവള പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു വലിയ സമരങ്ങൾ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് സമരം നടത്തിയത്. കഴിഞ്ഞ ദിവസം അവിടെ ഈ പാടശേഖരത്ത് പുഞ്ചയിൽ ഒരു ഡ്രോൺ സർവേ നടത്തുകയുണ്ടായി. അത് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എബ്രഹാം കലമണ്ണിൽ ആണ് ആ ഡ്രോൺ സർവേ നടത്തിയത്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത് പാരിസ്ഥിതിക പഠനമൊക്കെ നേരത്തെ നടത്തിയിരുന്നു, അതിന്റെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. പക്ഷെ അതെല്ലാം സുപ്രീം കോടതി വരെ തള്ളിയതല്ലേ. പിന്നെ എങ്ങനെയാണ് ഡ്രോൺ സർവേ? പാരിസ്ഥിതിക പ്രശ്നം അവിടെ ഇല്ല. ആ പാരിസ്ഥിതിക പ്രശ്നം പഠിച്ച ഏജൻസി they were not competent to inspect an airport. ഓരോ പാരിസ്ഥിതിയെ പരിശോധിക്കുന്ന ഓരോ വകുപ്പുകളുണ്ട്. ഇത്ര 100 കോടി വരെ ഒരാൾ, 1000 കോടിയുടെ വേറെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡ്രോൺ സർവേ നടത്തില്ല, അത് അങ്ങനെയാണോ അത് ഏർപ്പാട് ചെയ്തത്? ഞാൻ തന്നെയാണ്. കാരണം അവിടെ വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയണം. ഞങ്ങൾക്ക് അവിടെ എയറോനോട്ടിക്കൽ സ്കൂളുണ്ട്. എയറോനോട്ടിക്കൽ പിള്ളേരെ പഠിപ്പിക്കണം. അവിടെ ഞങ്ങൾക്കൊരു ചെറിയ എയർപ്ലെയിൻ ഞങ്ങൾ പണ്ടും മൈക്രോവേറ്റ് പറപ്പിച്ച, അപ്പൊ ഇനി അത് പറക്കണം. അങ്ങ് മുമ്പ് ഒരു ഏജൻസിയെ കൊണ്ട് ഈ ഒരു പഠനം നടത്തിയിരുന്നു. അത് ദേശീയ ഹരിത ട്രിബ്യൂണൽ തള്ളിയിരുന്നു. സുപ്രീം കോടതിയും അത് ശരിവെച്ചിരുന്നു. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ വന്ന ഗവൺമെന്റ് മദ്രാസിൽ നിന്ന് വന്നവരവര് അവര് ക്വാളിഫൈഡ് ആണെന്ന് അന്ന് പറഞ്ഞാ വന്നത്. ഒരു ഫീസ് മേടിച്ചു. പക്ഷെ ആക്ച്വലി വെൻ വി വെൻ ബിഫോർ ദ ട്രൈബ്യൂണൽ അവരോട് ചോദിച്ചു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ അവർ ഒരു എയർപോർട്ട് ചെയ്തിട്ടില്ല, യു ആർ നോട്ട് ക്വാളിഫൈഡ്. 400 ഏക്കറാണ് അങ്ങയുടെ കൈവശമുള്ളത്. ഇനിയിപ്പോൾ ഈ UDF സർക്കാർ ഒരു അനുകൂല തീരുമാനം എടുക്കുമോ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായി? UDF ഗവൺമെന്റ് ആണല്ലോ ആറന്മുള വിമാനത്താവളം വരുവാൻ ഉമ്മൻചാണ്ടി സാറാണല്ലോ മുൻകൈ എടുത്തത്. ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്താണ് മധ്യ തിരുവിതാംകൂറിന്റെ വികസനം കണ്ട് ആറന്മുള വിമാനത്താവളം എന്ന കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. അച്യുതാനന്ദൻ വന്നപ്പോഴാണ് അതിന് NOC തന്നത്. അവിടെ വന്ന പ്രോബ്ലം എന്തുവന്ന് സാരഥിയൊന്നും അല്ലായിരുന്നു. ആറന്മുള, കടങ്ങന്നൂർ, പുഞ്ചയെല്ലാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവൻ സ്ഥലവും മെഴുവേലി വരെ ഉള്ള സ്ഥലങ്ങൾ അക്വയർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓർഡർ ഇട്ടു. UDF സർക്കാരുമായിട്ട് ഏതെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഒരു ചർച്ച അങ്ങ് നടത്തിയിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? ഇല്ല, അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ഒരു ഡ്രോൺ ഒരു പഠനം സാധ്യമാവുക? ഇപ്പോഴ് ഞങ്ങൾക്ക് എയറോനോട്ടിക്കൽ കോളേജ് ഉണ്ടല്ലോ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണമല്ലോ, അവിടെ കൊച്ചു പ്ലെയിൻ വരണമല്ലോ, അതിന് നടത്തണമല്ലോ. അപ്പൊ അത് വരുമ്പോൾ അത് ഗവൺമെന്റിന് കാണാം, ഇവിടെ പ്രോബ്ലം ഇല്ല, പ്ലെയിൻ പറക്കാം, കുന്നുകളില്ല, വിൻഡ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അവർക്ക് അറിയുവാനുള്ള അവസരം കൂടെ അല്ലേ അത്. UDF സർക്കാർ ഈ ഒരു അനുകൂല തീരുമാനത്തിലേക്ക് പോകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കണിശമായിട്ടും. പത്തനംതിട്ട ജില്ല മോനെ രക്ഷപ്പെടണമെങ്കിൽ ഈ എയർപോർട്ട് അല്ലാതെ ഒരു കുന്തവും കൊണ്ട് പത്തനംതിട്ട ജില്ല അടുത്ത ഭാവിയിൽ രക്ഷപ്പെടത്തില്ല. ദേശീയ ഹരിത ട്രിബ്യൂണലും ഒപ്പം തന്നെ സുപ്രീം കോടതിയും ഒക്കെ ഒരു നിരീക്ഷണം നടത്തിയതോ നേരത്തെ? അവർ നടത്തില്ല. നിരീക്ഷണത്തെ എന്താണെന്നറിയാമോ? ഈ വന്ന കമ്പനി ആരാണെന്ന് നിരീക്ഷിച്ചു. ആ കമ്പനി കോമ്പറ്റന്റ് കണ്ടുപിടിച്ചു. ഞങ്ങൾ പറഞ്ഞ ആ കമ്പനി കോമ്പറ്റന്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ സുപ്രീം കോടതി. ഇനിയും വലിയ സമരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആറന്മുള പോലൊരു പൈതൃക ഗ്രാമമാണ്. അവിടെ ഇങ്ങനെ ആറന്മുളയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആറന്മുള വിമാനത്താവളം. പത്തനംതിട്ടയിലെ ജനങ്ങൾ, പത്തനംതിട്ട ജനിച്ചു വളർന്ന ഒരു കൊച്ചു പൈതൽ മുതൽ 100 വയസ്സുള്ള വല്യപ്പന്മാർ വരെയും ആറന്മുള വിമാനത്താവളം. ജില്ലാ ഭരണകൂടം അറിഞ്ഞിരുന്നു അങ്ങ് ആ പ്രദേശത്ത് ഒരു ഡ്രോൺ സർവേ നടത്തിയത്? ജില്ലാ ഭരണകൂടത്തോടൊന്നും ഞാൻ പറയാൻ പോയില്ല. കാരണം ഞങ്ങൾക്ക് അപ്രൂവ്ഡ് ബൈ DGCയുടെ എയറോനോട്ടിക്കൽ കോളേജ് ഉണ്ട്. ഞാൻ പണ്ടും അവിടെ പ്ലെയിൻ ഇറക്കിയതാണ്. ഈ ഡ്രോൺ സർവേ നടത്തിയത് അംഗീകൃത സ്ഥാപനമാണോ കേന്ദ്ര സർക്കാരിന്റെ? അല്ലല്ല, അവർ പ്യൂർലി എ പ്രൈവറ്റ് പാർട്ടികളാണ്. അവരുടെ ഡ്യൂട്ടി ഇങ്ങനെ DGCയുടെ അപ്രൂവൽ വരാം. DGC അപ്രൂവ്ഡ് ഗ്രൂപ്പാണ്. ആറന്മുള വിമാനത്താവള പദ്ധതി അത് വീണ്ടും നടത്താനുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ, ആ പദ്ധതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും അങ്ങ് തുടങ്ങുകയാണോ? കണിശമായിട്ടും. കാരണം ആറന്മുള വിമാനത്താവളം വരണം. നമ്മുടെ ആസന്ന ഭാവിയിൽ ആറന്മുള വിമാനത്താവളം അല്ലാതെ പത്തനംതിട്ടയുടെ വികസനം ഇല്ല. അതിനാപ്റ്റായിട്ടുള്ളത്
ആറന്മുള തന്നെയാണ്. ചെങ്ങന്നൂർ, തിരുവല്ല, അടൂർ, പത്തനംതിട്ട, റാന്നി, അയിരൂർ ഈ പ്രദേശങ്ങളെല്ലാം കൂടി ഏക സ്ഥലമാണ്. നിലവിൽ സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ല, അനുമതികൾ തേടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. ഉറപ്പായിട്ടും ഈ പദ്ധതി പ്രദേശത്ത് വിമാനത്താവളം കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കലമണ്ണിൽ ഇപ്പോൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത്.